നമസ്കാരം. ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. സമഗ്രമായ എല്ലാ വാർത്തകളും നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഇനി ടീം UDF ഭരണം. സംസ്ഥാനത്തിന്റെ 24ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. PK കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ചടങ്ങിലെത്തി. വി ഡി സതീശൻ ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി. പ്രത്യേക നിയമസഭാ സമ്മേളനം 21-നും 22-നും MLA-മാരുടെ സത്യപ്രതിജ്ഞ 21-ന് നടക്കും. നയപ്രഖ്യാപനത്തോടെ സഭാ സമ്മേളനം 29-ന്. G. സുധാകരൻ പ്രോം ടൈം സ്പീക്കർ, T. അസഫ് അലി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. ആലപ്പുഴയിലെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ മർദ്ദനം SIT അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി. കീഴ്വഴക്കങ്ങൾ മാറ്റപ്പെടുമെന്നും വി ഡി സതീശൻ. റോഡരികിൽ പ്രതിഷേധം നടത്തിയ 2 പേർക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയൊരു സംഭവം ഉണ്ടായി. ഒന്നും മറക്കാൻ പറ്റുന്നതാണ്. കോടതി ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ നടത്തണ്ടേ? നിയമപരമായ ഇതല്ലേ. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പറഞ്ഞ വാക്ക് പാലിച്ച് UDF സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം. അടുത്ത മാസം 15 മുതൽ സ്ത്രീകൾക്ക് KSRTC-യിൽ സൗജന്യ യാത്ര. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ്. ആശാവർക്കർമാരുടെ വേതനം 3000 രൂപ വർദ്ധിപ്പിച്ചു. അങ്കണവാടി വർക്കർമാർക്കും ആയമാർക്കും പാചക തൊഴിലാളികൾക്കും പ്രീ പ്രൈമറി ടീച്ചർമാർക്കും 1000 രൂപ കൂട്ടി. തീരുമാനം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ. സാമ്പത്തിക സ്ഥിതിയിൽ ധവളപത്രമിറക്കുമെന്നും വി ഡി സതീശൻ. മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലാത്തതിനാൽ ലത്തീൻ സഭയ്ക്ക് പ്രതിഷേധം. മുഖ്യമന്ത്രി ആസ്ഥാനത്തെത്തി ആർച്ച് ബിഷപ്പിനെ കണ്ടു. നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്നും മത്സ്യമേഖലയിൽ നിന്നുള്ള മന്ത്രി വേണമെന്നും യൂജിൻ പെരേര. മന്ത്രിസഭയിൽ ഓർത്തഡോക്സ് അംഗങ്ങൾ ഇല്ലാത്തതിനാൽ പരിഭവമില്ലെന്ന് ഓർത്തഡോക്സ് സഭ. ചാണ്ടി ഉമ്മൻ എങ്ങനെ പുറത്തായി എന്നറിയില്ലെന്നും സഭ. കോഴിക്കോടിന് മന്ത്രിമാരില്ലാത്തതിൽ ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കരിങ്കൊടിയും പോസ്റ്ററുകളും. KSRTC-യിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പ്രഖ്യാപനത്തിൽ ആശങ്കയുമായി സ്വകാര്യ ബസ് ഉടമകൾ. തീരുമാനം നടപ്പാക്കിയാൽ സ്വകാര്യ ബസ് മേഖല തകരുമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. സ്വകാര്യ ബസ്സിലെ യാത്രാ നിരക്ക് സർക്കാർ വർദ്ധിപ്പിക്കണമെന്നും ആവശ്യം. നാളെ മുഖ്യമന്ത്രിയെയും ഗതാഗത വകുപ്പ് മന്ത്രിയെയും നേരിൽ കാണുമെന്ന് ഭാരവാഹികൾ. കേരളത്തിന്റെ 24ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് വി ഡി സതീശൻ അധികാരമേറ്റു. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തത്. 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിന് സാക്ഷിയാകാൻ നേതാക്കളും പ്രവർത്തകരും ഒഴുകിയെത്തിയപ്പോൾ തലസ്ഥാനം ജനസാഗരമായി. പതിറ്റാണ്ടിന് ശേഷം UDF അധികാരത്തിലെത്തുന്നതിന് സാക്ഷിയാകാൻ കോൺഗ്രസിന്റെ വലിയ നേതൃനിരയാണ് എത്തിയത്. സമയം 10:17. കേരളത്തിൽ പുതുയുഗം പിറന്നു. ആരവത്തോടെ ജനങ്ങൾ ആ യുഗപ്പിറവിയെ ഏറ്റെടുത്തു. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും. തൊട്ടു പിന്നാലെ സത്യപ്രതിജ്ഞ നടത്തിയ കുഞ്ഞാലിക്കുട്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും ആവേശകരമായ സ്വീകരണം. ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും. കെ മുരളീധരൻ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ഇംഗ്ലീഷ് ഭാഷയിൽ. Do swear in the name of God. എല്ലാവരും ദൈവനാമത്തിൽ സത്യവാചകം ചൊല്ലിയപ്പോൾ ഷിബു ബേബി ജോണും CP ജോണും വ്യത്യസ്തരായി. സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സഗൗരവം
പ്രതിജ്ഞ ചെയ്യുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, DK ശിവകുമാർ, രേവന്ത് റെഡ്ഡി തുടങ്ങിയ നേതാക്കളും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, BJP സംസ്ഥാന പ്രസിഡന്റ് രാജു ചന്ദ്രശേഖർ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, വിവിധ സാമൂഹ്യ മത മേലധ്യക്ഷന്മാർ തുടങ്ങിയവർ ചടങ്ങിനെത്തി. സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമുള്ള പ്രവർത്തകർ ഒഴുകിയെത്തിയപ്പോൾ തലസ്ഥാന നഗരി ജനസാഗരമായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് UDFന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയത്. മുഖ്യമന്ത്രിക്ക് പിന്നാലെ എത്തിയ കുഞ്ഞാലിക്കുട്ടിയാണ് സഭയിലെ ഏറ്റവും വലിയ മുതിർന്ന മന്ത്രി. ഏറ്റവും അവസാനം സത്യവാചകം ചൊല്ലിയ OJ ജനീഷാണ് മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ശേഷം മുഖ്യമന്ത്രി VD സതീശനും മന്ത്രിമാരും ആദ്യം പോയത് ലോക് ഭവനിലേക്ക്. ലോക് ഭവനിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണർ വിരുന്ന് സൽക്കാരം ഒരുക്കി. ചായ സൽക്കാരത്തിന് ശേഷം ഗവർണറോടൊപ്പം ഗ്രൂപ്പ് ഫോട്ടോയ്ക്കും പോസ്റ്റ് ചെയ്തായിരുന്നു മന്ത്രിമാരുടെ മടക്കം. മുഖ്യമന്ത്രി VD സതീശന് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി പുതുതായി രൂപീകൃതമായ കേരള ഗവൺമെന്റിന് എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നുവെന്ന് എക്സിൽ കുറിച്ചു പ്രധാനമന്ത്രി. ഓർത്തഡോക്സ് സഭാ അംഗങ്ങൾ മന്ത്രിസഭയിൽ ഇല്ലാത്തതിനാൽ പരിഭവമില്ലെന്ന് ഓർത്തഡോക്സ് സഭ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറോസ് മെത്രാപ്പൊലീത്ത. ചാണ്ടി ഉമ്മനെ സഭാ അംഗമായി കാണേണ്ടതില്ല. ചാണ്ടി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, പക്ഷേ എങ്ങനെ പുറത്തായി എന്നറിയില്ല. ചാണ്ടി മന്ത്രിയാകണമെന്ന് പുതുപ്പള്ളിയിലെ ജനങ്ങൾ നന്നായി ആഗ്രഹിച്ചിരുന്നുവെന്നും പള്ളിത്തർക്കത്തിൽ കോടതി വിധി നടപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ സർക്കാർ ചുമതലയേറ്റത് വളരെ സന്തോഷത്തോടെയാണ് കാണുന്നത്. ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നേരിട്ടെത്താൻ പറ്റിയില്ലെങ്കിലും അത് മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടു. വളരെ വൻപിച്ച ഒരു ജനാവലി അവിടെ കാണാൻ ഇടയായി. അതിൻ്റെ അർത്ഥം പുതിയ സർക്കാരിൽ ഒരു കൊടുമുടിയേക്കാൾ വലിയ പ്രതീക്ഷകളും പ്രത്യാശയുമാണ് ജനം വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ജനത്തിൻ്റെ പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും അനുസരിച്ച് പുതിയ സർക്കാർ ഉയരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവരത് ഉയരാൻ വേണ്ടി പ്രവർത്തിക്കുന്നതിനുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനകളും പുതിയ സർക്കാരിന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ നേരുകയാണ്. ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളാരും മന്ത്രിസഭയിലില്ല എന്ന പരിഭവമൊന്നും ഓർത്തഡോക്സ് സഭയ്ക്ക് ഇല്ല. എല്ലാ മതങ്ങളിൽ നിന്നും സമുദായത്തിൽ നിന്നും സഭയിൽ നിന്നുമൊക്കെ മന്ത്രിസഭയിൽ ആളുണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട 140 പേർക്കും അപ്പുറത്ത് ചിലപ്പോൾ ആളുകൾ മന്ത്രിസഭയിൽ തന്നെ വരേണ്ടി വരും. പറഞ്ഞ വാക്ക് പാലിച്ച് UDF സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം. KSRTC ബസ്സിൽ അടുത്ത മാസം 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര. ആശാവർക്കർമാരുടെ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിച്ചു. അംഗനവാടി ടീച്ചർമാർക്കും ഹെൽപ്പർമാർക്കും പ്രീ പ്രൈമറി അധ്യാപകർക്കും ആയമാർക്കും പാചക തൊഴിലാളികൾക്കും 1000 രൂപ വീതം കൂട്ടി. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കാണല്ലോ പ്രധാനം. വാക്ക് പറയുമ്പോൾ മറന്നുപോലെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ വിശ്വാസ്യത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പതിറ്റാണ്ടുകാലം പ്രതിപക്ഷത്തിരുന്ന UDF സർക്കാർ ഭരണത്തിലേറിയ ശേഷം ആദ്യം നടപ്പാക്കുന്നത് ജനക്ഷേമ വാഗ്ദാനങ്ങൾ. പ്രകടന പത്രികയിലെ ഏറ്റവും ആകർഷണവും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്നതുമായ സ്ത്രീകളുടെ സൗജന്യയാത്ര തന്നെയായിരുന്നു സർക്കാരിന്റെ ആദ്യ തീരുമാനം. ജൂൺ 15 മുതൽ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര. KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യയാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. കൊടുത്ത വാക്ക് പാലിക്കുന്നതാണ് UDF സർക്കാർ എന്ന സന്ദേശം കൂടിയായിരുന്നു ആദ്യ തീരുമാനങ്ങൾ. ആശാവർക്കർമാരുടെ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിച്ചു. അംഗനവാടി പ്രീ പ്രൈമറി പാചക തൊഴിലാളികൾക്കും 1000 രൂപ വീതം വർദ്ധിപ്പിച്ചു. ആദ്യഘട്ടത്തിലാണ് 3000 രൂപ വർദ്ധിപ്പിക്കുന്നത്. റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ കാര്യം ഒരുപാട് തീരുമാനിക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ അടുത്തൊരു ഘട്ടം കൂടി പ്രഖ്യാപിക്കും. അംഗൻവാടി ജീവനക്കാരുടെ വർക്കർമാർ ഹെൽപ്പർമാർ അവരുടെ വലിയ തുകയെന്നല്ല 1000 രൂപ അവരുടെ വരുമാനത്തിൽ വർദ്ധിപ്പിക്കും. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനും ആദ്യ ക്യാബിനറ്റിൽ തീരുമാനമായി. ഇതിന്റെ വിശദാംശങ്ങൾ പിന്നാലെ അറിയിക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ഈ മാസം 21 മുതൽ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്ത് മന്ത്രിസഭായോഗം. 21-ന് MLA-മാരുടെ സത്യപ്രതിജ്ഞയും 22-ന് സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. ജി സുധാകരൻ പ്രോംടേം സ്പീക്കറാകും. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം ഇറക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. ആലപ്പുഴയിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ UDF സർക്കാർ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടു. പ്രത്യേക അന്വേഷണ സംഘം പുനരന്വേഷണം നടത്തും. അതേസമയം അഡ്വക്കേറ്റ് ജനറലായി അഡ്വക്കേറ്റ് ജാജു ബാബുവിനെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി അഡ്വക്കേറ്റ് T അസഫ് അലിയെയും നിയമിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. തകർക്കാൻ നോക്കിയവർക്ക് മുന്നിൽ തളരാതെ നിന്നൊരു മനുഷ്യൻ. എഴുതിത്തള്ളിയ ചരിത്രകാരന്മാരുടെ പേനത്തുമ്പുകളെ നിഷ്പ്രഭമാക്കി വീണ്ടും ഉയർത്തെഴുന്നേറ്റ രാഷ്ട്രീയ വിസ്മയം. അതാണ് വർത്തമാനകാല കേരള രാഷ്ട്രീയ ചരിത്രം കുഞ്ഞാപ്പ എന്ന് വിളിക്കുന്ന PK കുഞ്ഞാലിക്കുട്ടി. പതിറ്റാണ്ടിന് ശേഷം വീണ്ടും UDF സർക്കാരിന്റെ നെടുംതൂണായി വ്യവസായ മന്ത്രിയായി PK കുഞ്ഞാലിക്കുട്ടി അധികാരമേൽക്കുമ്പോൾ കേരളം പ്രതീക്ഷയിലാണ്. 1980-കളുടെ തുടക്കം. വെറും 29-ാം വയസ്സിൽ മലപ്പുറത്തിൻ്റെ നഗരപിതാവായി ഒരു ചെറുപ്പക്കാരൻ അധികാരമേൽക്കുമ്പോൾ ആരും കരുതിയിരുന്നില്ല അയാൾ നാളെ കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന സുൽത്താനായി മാറുമെന്ന്. പാണക്കാട് പൂക്കോയ് തങ്ങളുടെയും ശിഹാബ് തങ്ങളുടെയും തണലിൽ വളർന്ന ആ യുവാവ് മലപ്പുറത്തിൻ്റെ മണ്ണിൽ ലീഗ് രാഷ്ട്രീയത്തിൻ്റെ ഹൃദയമിടിപ്പായി മാറാൻ അധികകാലം വേണ്ടി വന്നില്ല. നോക്കുകൂലിയുടെയും സമരങ്ങളുടെയും പേരിൽ വ്യവസായികൾ കേരളത്തിലേക്ക് വരാൻ മടിച്ച കാലം മാറ്റിയെഴുതിയത് കുഞ്ഞാലിക്കുട്ടി എന്ന ഭരണാധികാരിയാണ്. പരമ്പരാഗത വ്യവസായങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന കേരളത്തെ ആധുനിക സാങ്കേതിക വിദ്യയുടെ ലോകത്തേക്ക് കൈപിടിച്ചു നടത്തിയത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമായിരുന്നു. കൊച്ചി ഇൻഫോ പാർക്കിന് അടിത്തറയിട്ടതും തിരുവനന്തപുരം ടെക്നോ പാർക്കിനെ ആഗോള ഭൂപടത്തിലേക്ക് ഉയർത്തിയതും സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യമാക്കിയതും അദ്ദേഹത്തിന്റെ മാന്ത്രിക സ്പർശത്തിലായിരുന്നു. പക്ഷേ മുന്നോട്ടുള്ള വഴികൾ റോസാപ്പൂക്കൾ വിരിച്ചതായിരുന്നില്ല. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു നേതാവും നേരിട്ടിട്ടില്ലാത്ത വലിയ വേട്ടയാടലുകൾക്ക് അദ്ദേഹം ഇരയായി. ഐസ്ക്രീം പാർലർ എന്ന ഒറ്റ വാക്കുമതിയായിരുന്നു അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ. ചാനൽ മുറികളിലും തെരുവുകളിലും അദ്ദേഹത്തിന്റെ ചോരയ്ക്കായി ആക്രോശമുയർന്നു. വികസന നായകന്റെ കസേരയിൽ നിന്നും മന്ത്രിസ്ഥാനം രാജിവെച്ച് തലകുനിച്ച് പടിയിറങ്ങേണ്ടി വന്ന ആ കറുത്ത നാളുകൾ. വിവാദങ്ങൾക്കൊടുവിൽ 2006-ൽ സ്വന്തം തട്ടകമായ കുറ്റിപ്പുറത്ത് പരാജയത്തിന്റെ കയ്പുനീർ കുടിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടി യുഗം അവസാനിച്ചതായി എതിരാളികൾ പ്രഖ്യാപിച്ചു. എന്നാൽ അവർക്ക് തെറ്റി. ഒരു കൊടുങ്കാറ്റായി തിരിച്ചു വരാനുള്ള ഉൾവലിയൽ മാത്രമായിരുന്നു അത്. കോടതിയിൽ നിരപരാധിത്വം തെളിയിച്ച് അദ്ദേഹം മടങ്ങിയെത്തി. 2011-ൽ വേങ്ങരയുടെ മണ്ണിൽ നിന്ന് ചരിത്രത്തിലെ വലിയ ഭൂരിപക്ഷത്തോടെ വീണ്ടും നിയമസഭയിലേക്ക്, മന്ത്രിസഭയിലേക്ക്. UDF-ൽ കൊടുങ്കാറ്റുകൾ വീശുമ്പോഴൊക്കെ, മുന്നണി തകരുമെന്ന് തോന്നിയ നിമിഷങ്ങളിലൊക്കെ എല്ലാവരും ഒരേ സ്വരത്തിൽ വിളിച്ച പേര് കുഞ്ഞാലിക്കുട്ടി എന്നായിരുന്നു. പിണങ്ങാത്ത സ്നേഹശൈലി കൊണ്ട് ആർക്കും അഴിക്കാനാകാത്ത രാഷ്ട്രീയ കുരുക്കുകൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് അഴിച്ചെടുത്തു. പ്രതിസന്ധികളിൽ മുന്നണിയെ താങ്ങി നിർത്തുന്ന കരുത്തനായ ട്രബിൾ ഷൂട്ടറായി മാറി. വിമർശിച്ചവരെ കൊണ്ട് തന്നെ കയ്യടിപ്പിച്ച ചരിത്രമാണ് മലപ്പുറത്തിന്റെ കുഞ്ഞാപ്പയുടേത്. ഇന്ന് ഈ 74-ാം വയസ്സിലും അതേ പ്രസരിപ്പോടെ പുതിയ UDF സർക്കാരിന്റെ മന്ത്രിയായി അദ്ദേഹം വീണ്ടും എത്തുമ്പോൾ പരീക്ഷണങ്ങളുടെ തീച്ചുളയിൽ വെന്തുരുകി പാകപ്പെട്ട ആ രാഷ്ട്രീയ ചാണക്യന്റെ ഭരണ തുടർച്ചയ്ക്കായി കേരളം കാതോർക്കുകയാണ്. TK അരവിന്ദൻ, അമൃത ന്യൂസ്, മലപ്പുറം. മോൻസ് ജോസഫിന്റെ സത്യപ്രതിജ്ഞ ആഘോഷമാക്കി കടുത്തുരുത്തി നിവാസികൾ. അപ്പാഞ്ചിറ റെയിൽവേ പാലത്തിന് സമീപം കൂറ്റൻ സ്ക്രീനിൽ സത്യപ്രതിജ്ഞ കാണാൻ അവസരമൊരുക്കിയിരുന്നു. വാദ്യമേളങ്ങളും മധുരവിതരണവും പടക്കം പൊട്ടിക്കലുമെല്ലാമായാണ് സത്യപ്രതിജ്ഞ ആഘോഷമാക്കിയത്. മുൻപ് VS സർക്കാരിൽ 2 വർഷം മന്ത്രിയായിരുന്ന കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയായ മോൻസ് ജോസഫ് വീണ്ടും മന്ത്രിസഭയിലേക്ക് എത്തിയത് കടുത്തുരുത്തി നിവാസികൾക്ക് ആഘോഷത്തിൻ്റെ നിമിഷങ്ങളായി. ആപ്പാഞ്ചിറ പാലത്തിന് സമീപം കൂറ്റൻ സ്ക്രീനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തത്സമയം വീക്ഷിക്കുന്നതിന് അവസരമൊരുക്കിയിരുന്നു. 100 കണക്കിന് ആളുകളാണ് ഇവിടെ തടിച്ചുകൂടിയത്. സത്യപ്രതിജ്ഞയ്ക്കായി മോൻസ് ജോസഫിനെ ക്ഷണിച്ചപ്പോൾ കരഘോഷങ്ങൾ ഉയർന്നു. സത്യപ്രതിജ്ഞ ചെയ്യുന്നു കടുത്തുരുത്തി MLA മോൻസ് ജോസഫ്. കേരളത്തിന്റെ മന്ത്രിയായി ഘടാക്ഷി നേതാവ് ജോസഫ് വിഭാഗത്തിന്റെ അമരക്കാരൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ വരും. സത്യപ്രതിജ്ഞയുടെ സമയം പടക്കം പൊട്ടിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുമുള്ള ആഘോഷത്തിന് വാദ്യമേളങ്ങളും അകമ്പടിയേകി. കടുത്തുരുത്തിയുടെ വികസനത്തിന് വലിയ സാധ്യതയാണ് മോൻസിൻ്റെ മന്ത്രിസഭാ പ്രവേശനത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് ആളുകൾ പ്രതികരിച്ചു.
കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ മന്ത്രി വേണം. അത് ഞങ്ങൾ സഹായിച്ചെടുത്തു. ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള പ്രയാണം നല്ല രീതിയിൽ അങ്ങ് പോകും. നല്ല ഉപകാരമുള്ള മനുഷ്യനാണ്, അല്ലാതെ നല്ല മനുഷ്യനാണ്. കേരളം നമ്മുടെ ആപ്പാന്തരെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ MLAക്ക് കിട്ടിയിരിക്കുന്നത്. പ്രതീക്ഷ നല്ല പ്രതീക്ഷ. കാരണം പുള്ളിപ്പം മന്ത്രിയാണ് ഞങ്ങളെ. കാരണം ഇതിനു മുമ്പും പുള്ളി എല്ലാവർക്കും ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ. 2006 മുതൽ തുടർച്ചയായി മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വരുന്ന മോൻസ് മന്ത്രിസഭയുടെ ഭാഗമാകുമ്പോൾ ഇടതു സർക്കാരിൻ്റെ കാലത്ത് നടപ്പാക്കാൻ കഴിയാതെ പോയ പല പദ്ധതികളും യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. അമൃത ന്യൂസ്, കോട്ടയം. മന്ത്രി എം ലിജുവിനെതിരെ യു പ്രതിഭ. ലിജു ജയിച്ചത് ശരിയായ മാർഗത്തിലല്ല, കരഞ്ഞു വോട്ട് വാങ്ങി. താൻ കരഞ്ഞത് വോട്ടിന് വേണ്ടി ആയിരുന്നില്ല, കരഞ്ഞല്ല വോട്ട് വാങ്ങേണ്ടത്. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ വില്ലത്തിയാക്കി വീടുകൾ കയറി അപവാദ പ്രചരണം നടത്തി. 2 തവണ പ്രതിഭ ജയിച്ചതല്ലേ, ഇനി UDFന് അവസരം തരണമെന്നായിരുന്നു പ്രചരണം. ഇത് കേട്ട് ജനങ്ങൾ മാറി ചിന്തിച്ചു. തോൽക്കാൻ പ്രധാന കാരണം ഇതാണ്. മകനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു. മകൻ രാഷ്ട്രീയത്തിൽ പോലുമില്ല, എന്നിട്ടും ആക്രമിച്ചു. മകനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉടൻ മറുപടി നൽകും. ജയിക്കാനായി മണ്ഡലത്തിൽ UDF പണമൊഴുക്കിയെന്നും പ്രതിഭ ആരോപിച്ചു. ഫേസ്ബുക്ക് ലൈവിലായിരുന്നു യു പ്രതിഭയുടെ പ്രതികരണം. ഒരു നാണയത്തിന്റെ ഇരുവശം പോലെ തന്നെയാണ്. വിജയിക്കാം, പരാജയപ്പെടാം. പക്ഷേ ഒരാൾ വിജയിച്ചു കഴിഞ്ഞാൽ ആ നാടിനു വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നിയുക്ത MLA ആയി വന്ന് ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത കായംകുളത്തിന്റെ പുതിയ MLAക്ക്, മന്ത്രിക്ക് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഫ്രം മൈ ഹാർട്ട്. കാരണം ഒരു ഹാർഡ് വർക്കിന്റെ അല്ലെങ്കിൽ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഒക്കെ തന്നെ തീർച്ചയായിട്ടും ഒരു വിജയമാണ് UDFനോട് കിട്ടിയിരിക്കുന്നത്. ഒപ്പം ധാരാളം കള്ളപ്രചരണങ്ങൾ എനിക്കെതിരെ നടത്തിയിട്ടുണ്ട്. എന്നെ തന്നെ അറിയാവുന്ന പല സുഹൃത്തുക്കളും പറഞ്ഞത്, പ്രതിഭ 2 തവണ ജയിച്ചല്ലോ, ഇനി ഒരു തവണ ഒരവസരം എനിക്ക് തരണം എന്ന് തന്നെയാണ് UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള നമ്മുടെ കായംകുളത്തിന്റെ MLA അദ്ദേഹത്തിന്റെ പ്രചരണ വേളയിൽ പറഞ്ഞത്. നമ്മൾ പരസ്യമായി നമ്മൾ കേട്ട കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു സഹതാപ തരംഗം. പ്രതിഭ ഒരു വലിയ വില്ലത്തിയുടെ സ്ഥാനത്ത് വന്നു, 2 തവണ MLA ആയിട്ടുള്ള പ്രതിഭ. അതേസമയം നമ്മൾക്കറിയാം തൊട്ടടുത്ത മണ്ഡലമായിട്ടുള്ള ഹരിപ്പാടാണെങ്കിലും ഒക്കെ തന്നെ സിറ്റിംഗ് MLAമാർ എത്രയോ കാലമായിട്ടുള്ളവർ മത്സരിച്ചപ്പോൾ അവിടെ സഖാവ് ജിസ്മോനെ പോലുള്ളവരൊന്നും ഇത്തരത്തിലൊരു ക്യാമ്പയിൻ അവരെടുത്തിട്ടേ. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷം കണ്ണൂരിലെത്തിയ പ്രതിപക്ഷ നേതാവിന് ഉജ്ജ്വല സ്വീകരണം. കണ്ണൂർ വിമാനത്താവളത്തിലിറങ്ങിയ പിണറായി വിജയനാണ് പ്രവർത്തകർ സ്വീകരണം ഒരുക്കിയത്. ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. ജനപക്ഷത്തെ പോരാട്ടങ്ങൾക്കും വിമോചന പോരാട്ടങ്ങൾക്കും പ്രവർത്തകർ അഭിവാദ്യം അർപ്പിച്ചു. കോഴിക്കോട്ടെ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കരിങ്കൊടിയും പോസ്റ്ററുകളും. മന്ത്രിപ്രഖ്യാപനത്തിൽ കോഴിക്കോട് ജില്ലയെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് പോസ്റ്റർ. കോഴിക്കോടിന്റെ അയോഗ്യത എന്താണെന്നും ഗഫൂറിന്റെ മെറിറ്റ് എന്തെന്നും ചോദ്യം. കോഴിക്കോട് സമ്മേളനം നടത്താൻ മാത്രമുള്ള ജില്ല മാത്രമോ എന്നും പോസ്റ്ററിൽ. ഇന്ന് പുലർച്ചെയാണ് പോസ്റ്ററുകളും കരിങ്കൊടിയും പ്രത്യക്ഷപ്പെട്ടത്. പോസ്റ്ററുകൾ നീക്കം ചെയ്തു. UDF സർക്കാർ വാക്ക് പാലിച്ചതിന്റെ സന്തോഷത്തിലാണ് ആശമാർ. ഓണറേറിയം വർദ്ധിപ്പിച്ച തീരുമാനം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് S. മിനി അമൃത വാർത്തകളോട് പറഞ്ഞു. 266 ദിവസം നീണ്ടുനിന്ന സഹന സമരം, അതാണ് ആശാസമരം. കേരളത്തിന്റെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇത്രയധികം വനിതകൾ തെരുവിലിറങ്ങിയ മറ്റൊരു സമരമില്ല. അന്ന് സമരപ്പന്തലിലെത്തിയ പ്രതിപക്ഷ നേതാവ് അവർക്കൊരു വാക്ക് നൽകിയിരുന്നു. അനുഭാവപൂർവ്വം ഓണറേറിയം വർധനവ് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്ന്. VD സതീശൻ സർക്കാർ അധികാരത്തിലേറി മുഖ്യമന്ത്രിയായ VD സതീശൻ വാക്ക് പാലിച്ചിരിക്കുകയാണ്. എന്താണ് തോന്നുന്നത്? വളരെ സന്തോഷം, അഭിമാനം. കാരണം കഴിഞ്ഞ തവണ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ സമരം ചെയ്യുമ്പോൾ ഞങ്ങൾ അധിക്ഷേപിച്ചവർക്കും ആക്ഷേപിച്ചവർക്കും അവിടെ പരിഹസിച്ചവർക്കും മുന്നിൽ വന്ന് തങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യ ക്യാബിനറ്റിൽ ഒരു വർധന ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ആ വാക്ക് ഇന്ന് പാലിച്ചിരിക്കുകയാണ്. 3000 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വർധനവ് സാമ്പത്തിക നില മെച്ചപ്പെടുന്നതനുസരിച്ച് നൽകുമെന്ന്. ഞങ്ങളുടെ അടിസ്ഥാന ഡിമാൻഡ് എന്ന് പറയുന്നത് 21,000 രൂപ മിനിമം വേതനം എന്നാണ്. തീർച്ചയായിട്ടും ആ വേതന വർധനവിലേക്ക് നടന്നെടുക്കാനുള്ള ഒരു ആദ്യത്തെ ചുവടുവെപ്പായിട്ട് ഞങ്ങൾ ഇന്നത്തെ ഈ വർധനവിനെ കാണുകയാണ്. അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, വിരമിക്കൽ ആനുകൂല്യത്തെ സംബന്ധിച്ച് അടുത്ത മാസം അത് സംബന്ധിച്ചൊരു കൃത്യമായൊരു തീരുമാനത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ അംഗൻവാടി തൊഴിലാളികൾക്കും പാചക തൊഴിലാളികൾക്കും പ്രീ പ്രൈമറി ആയമാർക്കുമുള്ള വേതനവും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ സാധാരണക്കാരായ മനുഷ്യരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്ന ഒരു ഗവൺമെൻറ്റാണെന്ന് ആദ്യത്തെ ക്യാബിനറ്റിൽ തെളിയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയുണ്ട്. ഇടതുപക്ഷ സർക്കാർ പൊതുവിൽ നമ്മൾ പറയുന്നത് തൊഴിലാളി പക്ഷത്തുള്ള സർക്കാർ
സർക്കാരാണെന്നാണ്. പക്ഷേ അന്ന് ലഭിക്കാത്തൊരു പരിഗണനയാണ് ആദ്യമായിട്ട് UDF സർക്കാർ, അതും 10 വർഷത്തിനിപ്പുറം ഉണ്ടായിരിക്കുന്നത്. വനിതകൾ മുടിമുറിച്ചുള്ള സമരം, അനേകം സമരങ്ങൾ, മഹാസംഗമങ്ങൾ, അങ്ങനെ പലതും സംഘടിപ്പിച്ചിരുന്നു. ഇനി വിരമിക്കൽ ആനുകൂല്യം അടക്കമുള്ള കാര്യങ്ങളല്ലേ മുന്നോട്ട് വരിക? തീർച്ചയായിട്ടും ഈ 21,000 രൂപ വേതന വർധനവും വിരമിക്കൽ ആനുകൂല്യവും പെൻഷനും മറ്റ് ധാരാളം വിഷയങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ ഗവൺമെൻറ് ഈ സമരത്തെ അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരൊരു കമ്മിറ്റിയെ അവിടെ രൂപീകരിച്ചിരുന്നു. ആ കമ്മിറ്റിയുടെ മുമ്പിൽ ഞങ്ങളൊരു 10-25 നിർദ്ദേശങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചിരുന്നു, ആശമാരുടെ ജോലി സംബന്ധമായ മറ്റിതര വിഷയങ്ങൾ. പക്ഷേ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുമ്പോൾ അതിലൊരു കാര്യം പോലും പരിഗണിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ അതൊരു പ്രഹസനമായിരുന്നു, സമരക്കാരെ അവിടെ നിന്ന് ഒഴിവാക്കി വിടാനുള്ള ഒരു പ്രഹസനമായിരുന്നു. അപ്പോൾ ആ ഡിമാൻഡുകളെല്ലാം നിലനിൽക്കുകയാണ്. ആ ഡിമാൻഡുകൾ അതൊക്കെ വളരെ സാങ്കേതികമായി ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, ഒരു സാമ്പത്തിക പ്രശ്നം വരുന്നൊരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിന് അത് പരിശോധിച്ച് അത് കൃത്യമായി അതിനകത്തൊരു തീരുമാനമെടുക്കാൻ പറ്റും. മറ്റൊരു കാര്യം, അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞത് സമരം സമരത്തിൻ്റെ വഴിക്ക് പോട്ടെ, സമരം ചെയ്ത് ആരും ഒന്നും നേടാൻ വിചാരിക്കേണ്ട എന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം കേരളം എന്ന് പറഞ്ഞാൽ സമരങ്ങളുടെ നാടായിരുന്നു കേരളം. എല്ലാ അവകാശങ്ങളും നമ്മൾ വിദ്യാഭ്യാസം ചെയ്യാനും മാറുമറയ്ക്കാനും തുടങ്ങി എല്ലാ കാര്യങ്ങളും പൊതുനിരത്തിലൂടെ നടക്കാനും ഒക്കെ നമ്മൾ സമരം ചെയ്ത് നേടിയെടുത്തൊരു കേരളത്തിൽ നിന്നാണ് അദ്ദേഹം ആ സമരവിരുദ്ധ നിലപാടെടുത്തത്. അതിനുള്ള മറുപടി കൂടിയാണ് ആ ഗവൺമെൻറ്റിന് 10 വർഷം കഴിയുമ്പോൾ ഇറങ്ങിപ്പോകേണ്ടി വന്നത്, പുതിയൊരു ഗവൺമെൻറ്റിനെ അധികാരത്തിലേറ്റുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വെച്ച് സമരം ചെയ്ത ഞങ്ങൾക്ക് പുതിയൊരു ഗവൺമെൻറ് വന്ന് ആ ഡിമാൻഡിൻ്റെ ഒരു ഭാഗം നൽകുമെന്ന് പറയുന്നത് അത് വളരെ സവിശേഷമായൊരു കാര്യമായിട്ട് ഞങ്ങൾ തിരിച്ചറിയണം. വലിയ സന്തോഷമാണ് ആശാസമരത്തിനുള്ളത്. കാരണം ഇവർ 1-2 ദിവസമല്ല തെരുവിൽ കിടന്നത്, 266 ദിവസങ്ങളാണ്. അത് സ്ത്രീകൾക്ക് ഒരു ചെറിയ ദൂരമല്ല. ക്യാമറാമാൻ സുനിൽ മുണ്ടോത്തിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. KSRTCയിൽ സ്ത്രീകൾക്കുള്ള സർക്കാരിന്റെ സൗജന്യയാത്രാ പ്രഖ്യാപനത്തിൽ ആശങ്കയുമായി സ്വകാര്യ ബസ് ഉടമകൾ. KSRTCയിൽ സൗജന്യം നടപ്പാക്കിയാൽ സ്വകാര്യ ബസ് മേഖല തകരുമെന്നും സ്വകാര്യ ബസ്സിലെ യാത്രാനിരക്ക് സർക്കാർ വർദ്ധിപ്പിക്കണമെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി T. ഗോപിനാഥൻ പറഞ്ഞു. ആശങ്കകൾ നാളെ തന്നെ മുഖ്യമന്ത്രിയെയും ഗതാഗത മന്ത്രിയെയും നേരിൽ കണ്ട് അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജൂൺ 15 മുതൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ ഈ പ്രൈവറ്റ് ബസ് ഉടമകൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കറിയേണ്ടതുണ്ട്. ചേട്ടാ, ഇപ്പോൾ ഈ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ജൂൺ 15 മുതൽ നൽകുമെന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുമൂലം ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി എന്തൊക്കെയാണ്? അല്ല, സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന മഹാഭൂരിപക്ഷം ആളുകളും വിദ്യാർത്ഥികളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുള്ള ആളുകൾ സ്ത്രീ യാത്രക്കാരാണ്. ബസ്സുകളിൽ പുരുഷ യാത്രക്കാർ അവർ സ്വന്തമായിട്ടുള്ള മോട്ടോർ സൈക്കിളുകളിലോ മറ്റു കാറുകളിലോ യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ സ്ത്രീകൾക്ക് കൂടി സൗജന്യ യാത്ര സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ബസ്സുകളിൽ വിദ്യാർത്ഥികൾ മാത്രമാവും. അപ്പോൾ അങ്ങനെ വിദ്യാർത്ഥികളെ മാത്രം 100 വിദ്യാർത്ഥി കയറിയാൽ 1 ലിറ്റർ ഡീസൽ അടിക്കാനുള്ള പണം ഞങ്ങൾക്ക് കിട്ടുക. 1 രൂപയാണ് വിദ്യാർത്ഥികളെ മിനിമം ചാർജ്. അതുകൊണ്ട് വിദ്യാർത്ഥികളെ മാത്രം കയറ്റിക്കൊണ്ടുപോകുന്ന തരത്തിലേക്ക് സ്ത്രീകളെ കൂടി സ്വകാര്യ ബസ്സുകളിൽ നിന്ന് അകറ്റാനുള്ള സാഹചര്യം ഉണ്ടായാൽ സ്വകാര്യ ബസ്സുകൾക്ക് ഒരു ദിവസം പോലും സർവീസ് നടത്താൻ കഴിയാതെ വരും. അതുകൊണ്ട് സർക്കാർ ഇക്കാര്യം പുനഃപരിശോധിക്കണം. അല്ലാത്ത പക്ഷം ഞങ്ങൾക്ക് കൂടി സർവീസ് നടത്താൻ ആവശ്യമായിട്ടുള്ള ഒരു പാക്കേജ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്ന് പറയാനാണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ UDF വിജയിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണമൊക്കെ നടത്തിയതാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ പ്രതിസന്ധികളൊക്കെ പറഞ്ഞതാണ്. അത് സർക്കാർ ഇപ്പോൾ വന്ന സർക്കാർ പരിഗണിച്ചില്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അധികാരം ഏറ്റ ശേഷം അതിനുശേഷം നമ്മൾ ഇവിടുത്തെ നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ. എത്രത്തോളം അത് ഗവൺമെൻറ് ആരുണ്ടാക്കണം എന്നുണ്ടാക്കണം, ആര് മുഖ്യമന്ത്രി ആവണമെന്നതിനെ കുറിച്ചൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇക്കാര്യത്തിലൊക്കെ ഗവൺമെൻറ് തയ്യാറാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും മുഖ്യമന്ത്രി വന്നു, പുതിയ മുഖ്യമന്ത്രി വന്നു, പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി വന്നു. ഞങ്ങൾ ഇന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് പോവാണ്. നാളെയോ മറ്റന്നാളോ ആയി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും നേരിട്ട് കണ്ട് ഞങ്ങളുടെ ആശങ്കകൾ പറയും. ഞങ്ങൾക്ക് ഇത് മാത്രമല്ല, ഞങ്ങൾക്ക് വേറെ വിഷയങ്ങളുണ്ട്. കഴിഞ്ഞ 4.5 വർഷക്കാലമായി ഇവിടെ ഒരു ബസ് ചാർജ് വർധന നടപ്പിലാക്കിയിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡീസലിൽ മാത്രം 5 രൂപയിലധികം വർധന നടപ്പിലാക്കി കഴിഞ്ഞു. ഞങ്ങൾ പ്രവർത്തന ചെലവിൻ്റെ പ്രധാനപ്പെട്ട മുഴുവൻ മേഖലകളിലും ഗ്രീസായാലും ഓയിലായാലും ഞങ്ങളുടെ സ്പെയർ പാർട്സ് ആയാലും ടയറായാലും എല്ലാത്തിനും വില വർധന നടപ്പിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ബസ് ചാർജ് വർധനവെന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ സർക്കാരിൻ്റെ അടുത്ത് പോകാൻ നിൽക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവ് ഇപ്പോൾ 1 രൂപ നിശ്ചയിച്ചിട്ട് 15 വർഷക്കാലമായി ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ മേഖലയിലെ പ്രശ്നങ്ങൾ കുറേ പെർമിറ്റുകൾ പുതുക്കി നൽകാനുണ്ട്. ഈ വക വിഷയങ്ങളെ കൊണ്ട് ഞങ്ങൾ ഗവൺമെൻറ്റിനെ സമീപിക്കാൻ നിൽക്കുന്ന ഇടയിലാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ കോനുമൽ പോലെ ഇപ്പോൾ ഈ സ്ത്രീ യാത്രക്കാർക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചത്. അപ്പോൾ കേരളം മാതിരി ഒരു സംസ്ഥാനത്ത് തമിഴ്നാട്ടിലൊക്കെ സ്ത്രീകൾക്ക് യാത്രാ നിരക്ക് സ്ത്രീകളുടെ കുറച്ചു എന്നൊക്കെ അവിടെ സ്ത്രീകൾക്ക് സൗജന്യമാക്കി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബസ്സുകളുടെ എണ്ണം കേവലം 15% 20% മാത്രമേ
ഈ സ്വകാര്യ ബസ്സുകളുടെ എണ്ണം ബഹുഭൂരിപക്ഷവും സർക്കാർ ഉടമസ്ഥയിലുള്ള ബസ്സുകളാണ്. കർണാടകയിൽ അത് തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു തരത്തിലാണ് സൗജന്യം അനുവദിച്ചത്, ഇവിടെ വേറൊരു തരത്തിലാണ് സൗജന്യം. അപ്പം ഞങ്ങൾ സർക്കാരിനോട് പറയാനുള്ളത്, ഈ ഞങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ കാലാകാലങ്ങളിൽ അവർ പ്രഖ്യാപിക്കുന്ന മുഴുവൻ സാമൂഹിക പദ്ധതികളും അതേപടി നിറവേറ്റുന്നവരാണ് സ്വകാര്യ ബസ്സുകൾ. അതുകൊണ്ട് ഞങ്ങളെ കൂടി നിലനിർത്തുന്ന തരത്തിലൊരു പാക്കേജ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നേരിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയെയും ഗതാഗത മന്ത്രിയെയും കാണാൻ പോകുന്നത്. KSRTC ബസ്സിൽ ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച VD സതീശൻ സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് യാത്രക്കാർ. മലപ്പുറത്ത് നിന്നുള്ള പ്രതികരണത്തിലേക്ക്. സ്ഥിരമായിട്ട് ഞാൻ ചെറിയ മക്കളെ കൊണ്ടേ ഹസ്ബൻഡ് ഇതുവരെ ഗൾഫിലായിരുന്നു. അപ്പോൾ സ്ഥിരം യാത്രയ്ക്ക് സുഖമുള്ള KSRTCയിലാണല്ലോ. അപ്പോൾ ഇതിൽ തന്നെ യാത്രയിൽ അത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരമാവും. പിന്നെ ഇപ്പോൾ കൂടുതൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതുപോലെ സ്ത്രീകൾക്ക് കുറേ കാര്യങ്ങൾ പുതിയ സർക്കാർ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ നല്ലപോലെ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു കാര്യമാണ്. പിന്നെ ഞാൻ എന്നെയൊക്കെ സംബന്ധിച്ച് സ്ഥിരമായിട്ടുള്ളൊരു യാത്രക്കാരിയല്ല. സ്ഥിരമായ യാത്രക്കാർക്കായിരിക്കും അത് കുറച്ചും കൂടി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. നല്ല കാര്യമാണ്. നല്ലൊരു കാര്യമാണ്. ആദ്യം ഗവൺമെൻറ് ഒന്ന് റെഡിയായി വരട്ടെ, അത് വന്ന ശേഷമല്ലേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പ്രഖ്യാപിച്ചു എന്നുള്ളത് ശരിയാണ്, എന്നാലും ഒരു സമയം കൊടുക്കണ്ടേ എല്ലാത്തിനും. ഇതിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായം. നല്ല കാര്യമാണ്. പക്ഷെ കുറച്ചുകൂടി പ്രായമായ ആൾക്കാർക്കാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. പക്ഷെ നമ്മൾ വർക്കിംഗ് വുമൻസിന് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അതിൻ്റെ കാര്യങ്ങൾ കൂടി വെയിറ്റ് ചെയ്യാം. ജൂൺ 15 മുതൽ സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്ന UDF സർക്കാരിന്റെ പ്രഖ്യാപനത്തോടെ യോജിച്ചും വിയോജിച്ചും യാത്രക്കാർ. ടിക്കറ്റ് വില നൽകിയാലും സാരമില്ല, നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കണമെന്നാണ് ഒരു കൂട്ടരുടെ ആവശ്യം. എന്നാൽ സ്ഥിരം യാത്ര ചെയ്യുന്നവർക്ക് ഇതൊരു ആശ്വാസമാകുമെന്നാണ് മറ്റു ചിലർ പറയുന്നത്. തിരഞ്ഞെടുപ്പ് സമയത്ത് UDF നൽകിയ സുപ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി. ആ പദ്ധതി ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. യാത്രക്കാരുടെ പ്രതികരണങ്ങളിലേക്ക്. 15 മുതൽ KSRTCയിൽ സൗജന്യ യാത്രയാണ്. എന്ത് തോന്നുന്നു? നല്ലതാണ്, കിട്ടിയാൽ കൊള്ളാം. ഞാനൊക്കെ ഡെയിലി പോയി വരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം കിട്ടിയാൽ കൊള്ളായിരുന്നു. സാധനങ്ങൾ വില കുറച്ച് കിട്ടിയാലേ പറ്റുള്ളൂ, നമ്മളിപ്പോൾ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ല, ടിക്കറ്റ് പഴയ വിലയ്ക്ക് പോട്ടെന്ന് പറയുന്നത് സന്തോഷമാണ്. ഞങ്ങൾ സ്ത്രീകളല്ലേ, അന്നേരം എവിടെയും നമുക്ക് പോകാമല്ലോ ഫ്രീ ആയിട്ട്. പഠിക്കാൻ പോകുന്ന പഠിക്കാൻ പോകുന്നു. അതെങ്ങനെയാണ്? എന്നും പോയിട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു വലിയ ആശ്വാസമായിരുന്നു. നല്ലതാണ്. ആവുമായിരിക്കും വിശ്വാസം. അതെ, അങ്ങനെ ആയാൽ കൊള്ളായിരുന്നു. ഭീകരവിരുദ്ധ ലഹരിമരുന്ന് നിയമമായ UAPA കേസിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർണായക നിരീക്ഷണവുമായി സുപ്രീം കോടതി. ജാമ്യം അനുവദിക്കുന്നത് മൗലികാവകാശങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണെന്നും സ്വാഭാവിക നീതിയാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഭരണഘടനയുടെ 21ാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തെ മറികടക്കാൻ UAPA നിയമത്തിലെ കർശന വ്യവസ്ഥകൾക്ക് കഴിയില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിചാരണ കൂടാതെ ദീർഘകാലം തടവിൽ പാർപ്പിക്കുന്നത് ശിക്ഷയ്ക്ക് തുല്യമാണെന്നും കോടതി നിരീക്ഷിച്ചു. ഭീകരവാദ ഫണ്ടിംഗ് കേസിൽ 6 വർഷത്തിലേറെയായി തടവിൽ കഴിയുന്ന സയ്യിദ് ഇഫ്തിഖർ ആന്ത്രാബിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഡൽഹി കലാപ ഗൂഢാലോചനയിൽ UAPA ചുമത്തപ്പെട്ട മുൻ JNU വിദ്യാർത്ഥികളായ ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം എന്നിവരുടെ ജാമ്യം നിഷേധിച്ച ഉത്തരവിൽ സുപ്രീം കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. കൊല്ലം കടയ്ക്കലിൽ ഓടിക്കൊണ്ടിരുന്ന ബസിന്റെ ടയർ ഊരിത്തെറിച്ചു. കടയ്ക്കൽ കല്ലറ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിന്റെ മുൻചക്രമാണ് യാത്രക്കാരുമായി പോകവെ ഊരി റോഡിന്റെ സൈഡിലേക്ക് തെറിച്ചത്. ഈ സമയം റോഡിൽ ആളുകളോ വാഹനങ്ങളോ ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. ചിതറയിൽ നിന്ന് കല്ലുവെട്ടാൻ കുഴിയിലേക്ക് പോകവെയാണ് അപകടമുണ്ടായത്. കോഴിക്കോട് 71.170 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പിടിയിൽ. കുറ്റിക്കാട്ടൂർ സ്വദേശി മുഹമ്മദ് മിഗ്ദാദ് അബൂബക്കർ, കണ്ണങ്കര സ്വദേശി ജാഫർ സാദിഖ് എന്നിവരാണ് പിടിയിലായത്. ബൊലേറോ കാർ നിർത്തിച്ച് പരിശോധിച്ചതിൽ ഗിയർ ലിവറിന് സമീപം സിപ്ലോക്ക് കവറിൽ സൂക്ഷിച്ച നിലയിലാണ് MDMA കണ്ടെത്തിയത്. ഹൈലൈറ്റ് മാൾ, തൊണ്ടയാട് ബൈപ്പാസ് തുടങ്ങിയ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് അപകടം. കണ്ണൂർ അഴീക്കോട് പുന്നയ്ക്കപ്പാറയിൽ പടക്കം പൊട്ടിത്തെറിച്ച് 9 വയസ്സുകാരൻ മരിച്ചു. സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് കുട്ടികൾ നടത്തിയ ആഘോഷ പരിപാടിക്കിടെ കുട്ടികൾ പടക്കം പൊട്ടിച്ചപ്പോഴായിരുന്നു അപകടമുണ്ടായത്. കൂടെ ഉണ്ടായിരുന്ന 3 കുട്ടികൾക്ക് നിസ്സാര പരിക്കേറ്റു.
കോഴിക്കോട് പോക്സോ കേസിൽ യുവാവ് പിടിയിൽ. കൊളത്തറ സ്വദേശി മുഹമ്മദ് അഫ്രോസ് ആണ് പിടിയിലായത്. കഴിഞ്ഞ മാർച്ചിലാണ് സംഭവം. 14-കാരിയെ പ്രതി സുഹൃത്തിന്റെ വീട്ടിലെത്തിച്ച് ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു. വിവരം പുറത്തു പറയാതിരിക്കാൻ വിദ്യാർത്ഥിനിയെ പ്രതി ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന വിവരം അറിഞ്ഞ പ്രതി മുങ്ങുകയായിരുന്നു. തുടർന്ന് രാമനാട്ടുകരയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. PM ശ്രീ പദ്ധതി ഉൾപ്പെടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സർക്കാർ തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ആയുഷ്മാൻ വയോജന പദ്ധതിയും ഈ സർക്കാർ നടപ്പിലാക്കണം. അത് നടപ്പിലാകാത്ത എല്ലാ സർക്കാരുകളും ഭരണത്തിൽ നിന്ന് പുറത്തായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ ഗോവ, മിസോറാം ഗവർണറും എഴുത്തുകാരനുമായ PS ശ്രീധരൻപിള്ളയുടെ 3 പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സത്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. PM ശ്രീ അത് നടപ്പിലാക്കണം. ഈ ആശയത്തിൻ്റെ വക്താക്കളുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഈ ആയുഷ്മാൻ വയോജന പദ്ധതിയും അതുപോലെ PM ശ്രീയും അഖിലേന്ത്യാ തലത്തിൽ ഇപ്പോൾ ഇവിടെ ഭരിക്കുന്ന സർക്കാരിൻ്റെ ആശയം ഉൾക്കൊള്ളുന്നവർ ഉള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു വികസിത കേരളത്തിന് വേണ്ടി, വികസിത ഭാരതത്തിന് വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായിട്ട് അതുപോലെ 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിലെ ആ അസ്വസ്ഥതകൾ അതുണ്ടാകാതിരിക്കട്ടെ എന്ന് ആശംസിക്കുക.